ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായി ഇടുക്കി എംഎൽഎ റോയ് കെ പൗലോസ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം. വരാൻ പോകുന്ന നിയമസഭാ ബഡ്ജറ്റിന് ശേഷം മുഖ്യമന്ത്രി ഇടുക്കിയിൽ എത്തുമെന്നും ഓരോന്നായി ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായും റോയ് കെ പൗലോസ് കട്ടപ്പനയിൽ പറഞ്ഞു. ഭൂപ്രശ്നങ്ങൾ പരിഹാരം കാണാതെ ഇപ്പോഴും കിടക്കുകയാണ്. പലതിനും പരിഹാരം ഉണ്ടാക്കി എന്നുള്ള കള്ളപ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFന്റെ ഭാഗത്തുനിന്ന് വ്യാപകമായിട്ടുണ്ടായി എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള നിർമ്മാണ നിരോധന ഉത്തരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്ക് ഇപ്പോഴും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഷോപ്പ് സൈറ്റ് പട്ടയങ്ങൾ കൊടുക്കും, അതിന് പരിധി വരെ നോക്കണ്ട, അതിനുള്ള കാര്യങ്ങളായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളുണ്ടായി. അതുപോലെ തന്നെ പുതിയ നിർമ്മാണത്തിന് ഉള്ള അനുമതിയായി റൂളായി എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണങ്ങളുണ്ടായി. ചില ഉത്തരവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ബന്ധപ്പെട്ട് പക്ഷേ അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. സുപ്രീം കോടതി ഈ കാര്യങ്ങളെല്ലാം സ്റ്റേ നിൽക്കുകയാണ്. CHR മേഖലയിൽ സുപ്രീം കോടതിയിൽ സ്റ്റേ മാറ്റാതെ ഒരു ഇഞ്ച് പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. സുപ്രീം കോടതിയുടെ സ്റ്റേ 2024 സ്റ്റേ 2024 ഒക്ടോബർ മാസം 24 സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ട് നാളിതുവരെ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും സ്വീകരിക്കേണ്ട ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യാതെയാണ് ഈ പറയുന്ന ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ ഉത്തരവുകളൊക്കെ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാൻ കഴിയത്തില്ല. ഈ വിഷയങ്ങളെല്ലാം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരു മണിക്കൂറിനകം തന്നെ ചെന്ന് കണ്ട് ഇടുക്കിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒന്നുകൂടി ചർച്ച ചെയ്തു. അദ്ദേഹം ഇതിലെല്ലാം സ്റ്റഡിയിലാണ്. ഈ വിഷയങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ അദ്ദേഹം സ്റ്റഡിയിലാണ്. അപ്പോൾ ബഡ്ജറ്റ് സമ്മേളനം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ അടിയന്തരമായി ഇടുക്കിയിലേക്ക് വരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ വന്ന് ബന്ധപ്പെട്ട MLA-മാരും ജില്ലാ ഭരണകൂടവും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഓരോന്ന് നോക്കി പ്രയോറിറ്റി നോക്കി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള കുരുക്കുകൾ, നിയമപ്രശ്നങ്ങൾ ഓരോന്നായിട്ട് അടിച്ച് പുതിയ ഉത്തരവുകൾ ഇറക്കി ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും UDF ആ കാര്യം പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പാക്കുന്നത് ഒരു മാറ്റം അതിന്റെ